ദോശക്കല്ലിലെ ഇരുമ്പിൻ്റെ ആ ഒരു തുരുമ്പ് പിടിച്ച ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ദോശ ഇളകി വരാനൊക്കെ പാടായിരിക്കും. അപ്പോൾ ഇതേപോലെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ദോശക്കല്ലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇട്ട് നല്ലോണം ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. ദോശ ഇളകി വരാത്ത ഭാഗത്തൊക്കെ നല്ലോണം ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഈ പൊടി നല്ലോണം ഒന്ന് ചൂടായി വറുത്തെടുക്കുക. ആ ചട്ടിക്കകത്തിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ല മൂക്ക ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ചുടുമ്പോഴത്തേന് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മൾ നോൺ സ്റ്റിക്ക് പാനില്ല അതുപോലെ തന്നെ നമുക്ക് ദോശയൊക്കെ ഇളകി കിട്ടും. നല്ല ഇളകി ഇങ്ങി വരും. നമ്മൾ ഉപയോഗിച്ചിട്ട് കുറേ ദിവസം മാറ്റിയിടുന്ന ദോശക്കല്ലൊക്കെ ഇതേപോലെ ആകാറുണ്ട്, ദോശയൊക്കെ ഇളകി വരില്ല. അപ്പോൾ ഇത് ഗോതമ്പ് ദോശയാണേലും എന്താണേലും നല്ലോണം നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നല്ലോണം ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കാം കേട്ടോ. ഏതെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ബ്രഷ് നമുക്ക് ഉണ്ടെങ്കിലും എണ്ണ തടവാനൊക്കെ ഇതേപോലെ ഒരു ഐസ്ക്രീം പാട്ട, ചെറിയ പാട്ട എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ബ്രഷ് ഇട്ട് വയ്ക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ പല്ലി പാറ്റ ഒന്നും നക്കാതെ തന്നെ നമുക്ക് അതിനകത്ത് അടപ്പിനകത്തൊരു ഹോളിട്ട് കൊടുക്കുക കണ്ടോ. ആ അളവിലൊരു ഹോളിട്ട് കൊടുക്കുക ആ ബ്രഷിൻ്റെ കണ്ടോ. എന്നിട്ട് ഇതേപോലെ അടച്ച് വയ്ക്കുകയും ചെയ്യാം. അതേപോലെ ആവശ്യത്തിനെടുത്ത് നമുക്ക് തുടയ്ക്കുകയും ചെയ്യാം. ഇതേപോലത്തെ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ആക്കി വയ്ക്കുക. നമുക്ക് പ്രത്യേകിച്ച് കഴുകിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എണ്ണയ്ക്കകത്ത് തന്നെ കിടന്നോളൂ. നമ്മൾ എന്നും ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ ദോശ നമുക്കൊന്ന് ചുട്ട് നോക്കാം. അപ്പോൾ നല്ല പൂ പോലെ തന്നെ ഇളകി കിട്ടും. പെട്ടെന്ന് തന്നെ അതിൽ മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ഗോതമ്പ് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ടിപ്പുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ദോശക്കല്ല് ഇതുകൊണ്ട് ദോശക്കല്ല് നല്ല രീതിയിൽ ദോശ ഇളകി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കല്ലിനകത്ത് ഇടുന്ന ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ദോശയ്ക്കൊക്കെ ആട്ടുമ്പോഴത്തേന് വെള്ളം കുറച്ചല്ലേ ആട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ മിക്സിയിൽ ആട്ടാൻ നേരം കുറച്ച് ഐസ് ക്യൂബ്, ഒരു 3-4 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദോശയ്ക്ക് നല്ല സോഫ്റ്റ് കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതേപോലെ ഒന്ന് ആട്ടി നോക്കാം. ആട്ടുമ്പം തന്നെ നമുക്ക് ആ മാവ് നല്ല പതഞ്ഞ് വരികയും ചെയ്യും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് അറിയാം, ഞാൻ കാണിച്ചു തരാം, നല്ല ഐസ്ക്രീം പോലെ നമുക്ക് കോരിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിപ്പം ആട്ടി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളവും കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ദോശയ്ക്കൊക്കെ ആട്ടുമ്പോൾ ഇതേപോലെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മിക്സിയിലൊന്നും മാവ് പിടിക്കത്തില്ല. നമുക്ക് കഴുകിയെടുക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും. മിക്സിയുടെ ആ ബ്ലേഡിനകത്തൊക്കെ പറ്റിയിരിക്കുമല്ലോ മാവ്. അപ്പോൾ അങ്ങനെയൊന്നും ആവില്ല.